ഹലോ നമസ്കാരം. സ്റ്റഡി സ്റ്റുഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി BA ഇലക്റ്റീവ് പേപ്പറായ പ്രായോഗിക മലയാളത്തിലെ ഫസ്റ്റ് ബ്ലോക്കിൽ 5ാമത്തെ യൂണിറ്റാണ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് ബ്ലോക്കിൽ 6 യൂണിറ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ കമൻറ്റുകൾ എഴുതി അറിയിക്കുക. ഒപ്പം പെയ്ഡ് നോട്ട്സ് ഉണ്ട്. നോട്ട്സ് ആവശ്യമുള്ളവരുണ്ടെങ്കിൽ ക്വസ്റ്റ്യൻ ആൻസർ രൂപത്തിൽ നോട്ട്സ് ഉണ്ട്. ഫസ്റ്റ് സെമ്മിൻ്റെ നോട്ട്സും ഉണ്ട്. ആവശ്യമുള്ളവർ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ വാട്സപ്പ് നമ്പർ കൊടുത്തിരുന്നു. വാട്സപ്പിൽ വന്നാൽ അതിൻ്റെ ഡീറ്റെയിൽസ് തരാം കേട്ടോ. നോക്കാം, നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ഫസ്റ്റ് ബ്ലോക്കിൻ്റെ പേര് എഴുത്ത് എന്നാണ്. എഴുത്ത് എന്ന ഫസ്റ്റ് ബ്ലോക്കിൽ 5ാമത്തെ യൂണിറ്റിൻ്റെ പേര് അല്പം ഭാഷാവിചാരം എന്നാണ്. അല്പം ഭാഷാവിചാരം. ഇത് എഴുതിയത് പ്രൊഫസർ K. ഗോപാലകൃഷ്ണനാണ്. അപ്പോൾ നമുക്ക് ആദ്യം അദ്ദേഹത്തെ ഒന്ന് പരിചയപ്പെടാം. അദ്ദേഹത്തിൻ്റെ തൂലികാനാമം പ്രൊഫസർ K. ഗോപാലകൃഷ്ണൻ്റെ തൂലികാനാമം KG ചെത്തല്ലൂർ എന്നാണ്. തൂലികാനാമം എഴുത്തുകളിൽ അദ്ദേഹം കൊടുക്കുന്ന പേര്, അതാണ് തൂലിക. തൂലിക എന്ന് പറഞ്ഞാൽ പേന, എഴുത്ത് എന്നർത്ഥം കേട്ടോ. അപ്പോൾ KG ചെത്തല്ലൂർ എന്നാണ് അദ്ദേഹത്തിൻ്റെ തൂലികാനാമം. ഇതൊക്കെ വൺ വേർഡ് വരും, എന്നാണ് ഇതൊക്കെ പറയുന്നത് കേട്ടോ. പിന്നെ എന്തെല്ലാം പദവികൾ അദ്ദേഹം വഹിച്ചിട്ടുണ്ട് എന്നാണ് പിന്നെ ഇതിൽ നമുക്ക് അദ്ദേഹത്തെക്കുറിച്ച് പ്രധാനമായിട്ട് പറയാനുള്ളത്. അധ്യാപകനായിട്ടുണ്ട്, കേരള സാഹിത്യ സമിതിയുടെ ജനറൽ സെക്രട്ടറി ആയിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്, വള്ളത്തോൾ വിദ്യാപീഠത്തിൻ്റെ ജോയിൻറ്റ് സെക്രട്ടറി ആയിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്, കവന കൗമുദി മാസികയുടെ മാനേജിങ് എഡിറ്റർ എന്നീ സ്ഥാനങ്ങളെല്ലാം വഹിച്ച വ്യക്തിയാണ് ആര്? K. ഗോപാലകൃഷ്ണൻ. അദ്ദേഹത്തിൻ്റെ തൂലികാനാമം എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ KG ചെത്തല്ലൂർ എന്നാണ്. കേരള സാഹിത്യ അക്കാദമി സമഗ്ര സംഭാവന അടക്കമുള്ള സംഭാവനയ്ക്കുള്ള പുരസ്കാരം ഉൾപ്പെടെയുള്ള അനേകം ബഹുമതികളും അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. 2012 അദ്ദേഹത്തിൻ്റെ മരണം. ഇനി അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികൾ, ഇതൊക്കെ ചിലപ്പോൾ നിങ്ങളോട് ചോദിക്കും. ഇനി essay ഒക്കെ കൊടുക്കുമ്പോൾ നമ്മൾ ഈ ഒരു ഇൻട്രൊഡക്ഷനായിട്ടൊക്കെ കൊടുക്കേണ്ടി വരും. അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികൾ ദീപശിഖ, നാട്ടുവെളിച്ചം, കുലപതികൾ, കവികൾ പാടിയതും പാടാത്തതും, അന്വേഷണ ബുദ്ധിയുടെ കാൽപ്പാടുകൾ, നാട്ടുവഴിയിലെ വെള്ളി നക്ഷത്രങ്ങൾ, പലതുള്ളി തുടങ്ങിയ ഒരുപാട് കൃതികളുണ്ട്. അദ്ദേഹത്തിന് കവിതേൻ്റെതായ കവിതാ സമാഹാരങ്ങളുമുണ്ട്. പടയാളി, വീട്ടാക്കടം, ശ്യാമസുഗന്ധം ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ കവിതാ സമാഹാരങ്ങളാണ്. ഇതൊക്കെ വൺ വേർഡിലൊക്കെ ഉൾപ്പെടെ വരുമെന്നുള്ളതുകൊണ്ടാണ് എല്ലാതും പറയുന്നത് കേട്ടോ. ഇനി നമ്മളിനി ലേഖനത്തിലേക്ക് പോകണം. അദ്ദേഹത്തിൻ്റെ അല്പം ഭാഷാവിചാരം എന്ന ലേഖനത്തിലേക്ക് പോകണം. ഈ ലേഖനത്തിലെ മാതൃഭാഷയെ ദോഷകരമായി ബാധിക്കുന്ന ചില കാര്യങ്ങളാണ് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത്. കൂടാതെ അർത്ഥം നോക്കി ഭാഷ ഉപയോഗിക്കേണ്ടതിൻ്റെ ആവശ്യകത, അന്യഭാഷയുടെ പരിഭാഷയിൽ വരുന്ന പരിമിതികൾ, ലിപി പരിഷ്കാരത്തിൻ്റെ ദോഷങ്ങൾ, ഭാഷയിലെ പുതിയ പരിഷ്കാരത്തിൻ്റെ ദോഷങ്ങൾ എന്നിവയെല്ലാം ലേഖകൻ ഇതിൽ പരാമർശിക്കുന്നുണ്ട്. ഏതിൽ? അല്പം ഭാഷാവിചാരം എന്നതിൽ പരാമർശിക്കുന്നുണ്ട്. ഭാവിയിലെ ഏറ്റവും വലിയ വൈകല്യം കൃത്രിമത്വമാണ് എന്നാണ് ലേഖകൻ്റെ അഭിപ്രായം. അതായത് ശീലത്തിൽ നിന്നാണ് ശൈലി ഉണ്ടാകുന്നത്. ശൈലിയാണ് നമ്മൾ കഴിഞ്ഞ യൂണിറ്റുകളിലൊക്കെ പറഞ്ഞതാണ് കേട്ടോ. ശീലം മാറുമ്പോൾ എന്തും മാറും, ശൈലിയും മാറും. അപകർഷബോധം, അതുപോലെ പാരമ്പര്യ നിരാസത്തിലുള്ള അമിത ആവേശം, അനുകരണത്തിലും വിദ്യാപരിഷ്കാരത്തിലുമുള്ള ഭ്രമം, ഇവയെല്ലാം എന്താണ്? മലയാള ഭാഷയെയും സാഹിത്യത്തെയും വല്ലാതെ ദുഷിപ്പിക്കുന്ന കാര്യങ്ങളാണ്. സ്വന്തം ഭാഷയെയും സംസ്കാരത്തെയും പുച്ഛിക്കുന്നത് മേന്മയായിട്ട് പലരും കരുതുന്നുണ്ട് എന്നാണ് ലേഖകൻ്റെ വാദം. അതായത് അദ്ദേഹം പറയുന്നത് കേരളീയ നാമങ്ങൾ പോലും ഉത്തരേന്ത്യൻ രീതിയിലായി എന്നാണ് ലേഖകൻ പറയുന്നത്. ഇപ്പോൾ ഈ രൂപത്തിലുള്ള അതായത് ഇപ്പോൾ നമ്മൾ ഒരാളെ വിളിക്കുന്ന അതിൻ്റെ രൂപത്തിലുള്ള തകിടമറിച്ചിലാണ് പരദേശി പ്രയത്തിൻ്റെ മറ്റൊരു രീതി എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇപ്പോൾ അധികരം, ഓരോ വർഗത്തിൻ്റെയും 2ാമത്തെ അക്ഷരം, വ, ച, റ, ദ, ഫ തുടങ്ങിയവയൊക്കെ, അതുപോലെ മൃദു, ഓരോ വർഗത്തെയും 3ാമത്തെ അക്ഷരം, ഗ, ഛ, ഡ, ദ, ഭ എന്ന് പറയുന്നത്. ഘോഷം, ഓരോ വർഗത്തിലെയും 4ാമത്തെ അക്ഷരം, അതായത് ഘ, ഢ, ഘ, ഢ, ഢ, ധ, ഭ തുടങ്ങിയത്. ഇതൊക്കെ എന്താണ്? ഇതൊക്കെ നമ്മൾ ഓരോ സമ്പ്രദായത്തിൽ എങ്ങനെ ഉച്ചരിക്കുന്നു എന്നതിലൊരു വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നു. എഴുതുന്നത് പോലെ ഉച്ചരിക്കുക എന്ന സമ്പ്രദായം ഭാഷയ്ക്ക് വിനയാണ്. എഴുതുന്നത് പോലെ പലതും മലയാളം നമുക്ക് ഉച്ചരിക്കാൻ കഴിയില്ല. അപ്പോൾ ന എന്നല്ലേ, ന എന്ന് നമ്മൾ പറയാറില്ല, ന എന്ന് പറയും. അപ്പോൾ അങ്ങനെ എഴുതുന്നത് പോലെ തന്നെ മലയാളം ഉച്ചരിക്കാൻ എന്നുള്ള ഒരു പ്രയാസമുള്ള കാര്യമാണ്. അപ്പോൾ ഉച്ചാരണവും എഴുത്തും ഒരുപോലെ വികലമാവുകയാണ് ചെയ്യുക അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ. ഈയിടെ അച്ചടിയുടെയും ടൈപ്പ് റൈറ്റിങ്ങിൻ്റെയും സൗകര്യത്തിനനുസരിച്ച് ലിപി പരിഷ്കാരവും നടക്കുകയുണ്ടായി എന്ന് ലേഖനം സൂചിപ്പിക്കുന്നു. എന്നാൽ ലിപിയുടെ സൗകര്യത്തിനനുസരിച്ച് യന്ത്ര സൗകര്യം വികസിപ്പിക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടിയിരുന്നത് എന്നാണ് അദ്ദേഹത്തിൻ്റെ, അതായത് അത് നന്നാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടിയിരുന്നത് അതാണെന്നാണ് ലേഖകൻ പറയുന്നത്. അങ്ങനെ അച്ചടിയിലും എഴുത്തിലും ഭാഷയെ ഒരുപോലെ വികലമാക്കി, അല്ലെങ്കിൽ ഭാഷ ഒരുപോലെ വികലമായി എന്ന് അദ്ദേഹം പറയുന്നു. അക്ഷര സംഖ്യ ചുരുങ്ങിയെങ്കിലും ഉപയോഗത്തിൽ എണ്ണം പെരുകി എന്നാണ് അദ്ദേഹം പറയുന്നത്. വായന അത്യന്തം ദുഷ്കരവുമായി മാറി. ഇംഗ്ലീഷിലെ F എന്ന അക്ഷരത്തിന് തുല്യമായി മലയാളത്തിലൊരു ലിപിയില്ല. പകരമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ഫ എന്ന അക്ഷരമാണ്.
ഇന്ന് ഈ അക്ഷരത്തിന് മൗലികമായ ഉച്ചാരണം നഷ്ടപ്പെട്ട അവസ്ഥയാണുള്ളത്. പലപ്പോഴും എഫിന് പകരം ഉപയോഗിച്ച് അതിൻ്റെ മൗലികമായ ഉച്ചാരണം നഷ്ടപ്പെട്ടിരിക്കുകയാണ്. സംസ്കൃതത്തിൽ നിന്നും തത്സമയമായി ഉപയോഗിക്കുന്ന ശബ്ദങ്ങളിൽ പരിക്ക് പറ്റാത്തത് കുറവാണ്. അപ്പോൾ പശ്ചാത്താപമാക്കുന്ന രീതിയുണ്ട്. പ്രസ്താവനയെ പ്രസ്താവന എഴുതുന്ന തായിലുള്ള വ്യത്യാസം അതും വ്യാപകമായിട്ട് കാണുന്ന ഒന്നാണ്. സ്പ, സ്, ഫ, ഖ, ഖ എന്നീ വർണ്ണങ്ങളൊക്കെ എല്ലാം സ്ഥാനമാറ്റം കാണുന്നുണ്ട് എന്ന് പറയുന്നു. ഉത്, പുനരാവിഷ്കാരം എന്നുള്ളതിന് പുന എന്ന് കഴിഞ്ഞ് നമ്മൾ 2 ഡോട്ട് കൊടുക്കുമല്ലോ, അത്. പിന്നെ അതുപോലെ സത്ത് എന്നീ സംസർഗങ്ങൾ വരുമ്പോഴും എന്ത് ചെയ്യാറുണ്ട്, തെറ്റിക്കാറുണ്ട് എന്ന്. എന്താ തത്സമയം എന്ന് പറഞ്ഞാൽ ഇവിടെ സംസ്കൃതത്തിൽ നിന്നും തത്സമമായി ഉപയോഗിച്ചിരുന്ന ശബ്ദങ്ങൾ തത്സമം എന്ന് പറഞ്ഞാൽ ഒരു ഭാഷയിൽ നിന്ന് യാതൊരു മാറ്റവും കൂടാതെ സ്വീകരിക്കുന്ന പദങ്ങളാണ്. അപ്പോൾ അതുപോലെ ഉപസംസർഗങ്ങൾ പറഞ്ഞത് ഉപസർഗങ്ങൾ എന്ന് പറഞ്ഞത് ഉപസർഗം എന്ന് പറഞ്ഞാൽ ഉപസർഗം എന്ന് പറഞ്ഞ പദങ്ങൾക്ക് മുമ്പേ പ്രയോഗിക്കുന്ന പര, പ്ര മുതലായ രൂപങ്ങളാണ്. പുതിയ പദങ്ങളും ശൈലികളും കൊണ്ട് ഭാഷയെ പരിഷ്കാരം കച്ചകെട്ടിയെടുക്കുന്നവർ ധാരാളമുണ്ട് എന്ന് പറയുന്നത്. ശാസ്ത്ര വിഷയങ്ങൾ മാതൃഭാഷയിൽ പകർന്നു കൊടുക്കാൻ ശ്രമിക്കുന്നവർ സാങ്കേതിക ശബ്ദങ്ങൾക്ക് സമാന്തരങ്ങൾ കൊണ്ടുവരാനാണ് ശ്രമിക്കുന്നത് എന്ന് പറയുന്നു. ഇപ്പോൾ വാം വെൽക്കം നമ്മൾ ഇംഗ്ലീഷിൽ പറയും വാം വെൽക്കം. അത് നമ്മുടെ ലേഖകൻ പറയുന്നതെന്ന് വെച്ചാൽ വാം വെൽക്കം എന്നത് തണുപ്പ് നാട്ടിലെ നാട്ടുവഴക്കത്തിന് ഒരു പദമാണെന്ന് പറയുന്നത്. അങ്ങനെ തണുപ്പ് നാട്ടിലെ നാട്ടുവഴക്കത്തിന് ഊഷ്മളമായ സ്വാഗതം എന്ന് മാറ്റുമൊഴി മെനഞ്ഞപ്പോൾ, അതായത് നമ്മളതിനെ മൊഴി മാറ്റിയപ്പോൾ ഇത് വാം വെൽക്കം എന്നതിന് സ്വാഗതം എന്നർത്ഥമുള്ളൂ. അത് നമ്മൾ മലയാളത്തിലേക്ക് മൊഴിമാറ്റം ചെയ്തപ്പോൾ എന്തായി, അതിന് നമുക്ക് നമ്മളെങ്ങനെ പറയുക, അതിനെ വാം വെൽക്കം എന്നുള്ളതിന് ഊഷ്മളമായ സ്വാഗതം എന്ന് പറയും. വാം വെൽക്കം എന്നുള്ളതിന് നമ്മൾ ഊഷ്മളമായ സ്വാഗതം എന്ന് പറയും. അപ്പോൾ അതൊക്കെ അതിൽ മൊഴി മാറ്റിയവർക്കൊരു വന്തികോടും തോന്നിയിട്ടില്ല, പക്ഷേ അതിലും തെറ്റുണ്ടെന്നാണ് ലേഖകൻ പറയുന്നത്. നട്ടുച്ച വെയിലത്തും പാശ്ചാത്യരെ അനുകരിച്ച് നമ്മൾ ടൈയും കോട്ടൊക്കെ ശീലമാക്കിയത് കൊണ്ടാണ് ഇതൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നത് എന്നും ആര് പറയുന്നുണ്ട്, നമ്മുടെ ലേഖകൻ പറയുന്നുണ്ട്. ചില ഭാഷാ പരിഷ്കരണത്തിന് വേണ്ടിയിട്ട് ചില പുതിയ ശൈലികൾ സ്വയം കണ്ടെത്തുന്നവരും ഉണ്ട് എന്ന് അദ്ദേഹം പറയുന്നു. അടിപൊളി, തകർപ്പൻ തുടങ്ങിയ വിശേഷണങ്ങൾ ചേർത്തില്ലെങ്കിൽ അവർക്കൊരു സുഖവും കിട്ടില്ല എന്നാണ് ലേഖകൻ്റെ വാദം. അപ്പോൾ അർത്ഥമറിയാതെ നല്ല കാര്യങ്ങൾക്ക് മുമ്പിലും ഈ അടിപൊളി, തകർപ്പൻ എന്നൊക്കെ ചേർക്കാറുണ്ട് എന്ന് പറയുന്നു. സ്വാഗതം ചെയ്യുക എന്ന അർത്ഥത്തിൽ പ്രയോഗിക്കുന്ന എതിരേൽക്കുക എന്ന വാക്കിനെ പൊതുമക്കാരെന്താ പറയുക, വരവേൽക്കലാക്കി മാറ്റി. അപ്പോൾ നമ്മൾ മലയാളത്തിൽ സ്വാഗതം ചെയ്യുന്നതിന് വരവേൽക്കലല്ല എതിരേൽക്കലാണ് ശരിയായ വാക്ക്. വിതരണം എന്ന പദമാണ് ഇപ്പോൾ കൂടുതലായിട്ട് ഉപയോഗിച്ച് വരുന്ന മറ്റൊരു തെറ്റ് എന്നാണ്. മിഠായി വിതരണം പോലെ അവാർഡും വിതരണമായിട്ട് മാറി. അപ്പോൾ അങ്ങനെ ചിലർ പറക്കി കൊടുക്കുന്നതല്ലാണ് വിതരണമെങ്കിൽ അവാർഡ് നമ്മൾ അങ്ങനെ കൊടുക്കുന്നതെന്നല്ലല്ലോ. അപ്പോൾ അതും ഭാഷയിൽ പ്രയോഗിക്കുന്ന ഒരു തെറ്റാണ്. എന്തിനും വിശേഷണങ്ങൾ ഉപയോഗിക്കുക എന്നതാണ് മറ്റൊരു പുതിയ രീതി എന്ന് അദ്ദേഹം പറയുന്നത്. എങ്ങനെ മരിച്ചാലും കൊല്ലപ്പെട്ടു എന്ന് പറയുന്നതാണ്. കൊല്ലപ്പെട്ടു എന്ന് എഴുതും. അതുപോലെ സംരക്ഷിക്കാത്ത എന്നിടത്ത് സംരക്ഷണം നൽകുന്നതിൽ പരാജയപ്പെട്ട. അപ്പോൾ നമ്മൾ വിശേഷിപ്പിക്കല്ലോ ഒന്നുകൂടി എന്നൊക്കെ പെരുപ്പിച്ചാലേ എന്ന് ആളുകൾക്ക് തൃപ്തിയാകൂ എന്നാണ് നമ്മുടെ ലേഖകൻ്റെ വാദം. ചെലവുകൾ, ക്രമീകരണങ്ങൾ എന്നിങ്ങനെ അനാവശ്യമായി ബഹുവചനങ്ങൾ ചേർക്കുന്നതാണ് മറ്റൊരു തെറ്റ്. ചെലവ് എന്ന് മതി, പിന്നെന്ത് മതി, ക്രമീകരണം എന്ന് മതി. അപ്പോൾ ചെലവുകൾ, ക്രമീകരണങ്ങൾ എന്നൊക്കെ നമ്മൾ ഉച്ചരിക്കാറുണ്ട്, അതും തെറ്റായിട്ടാണ് കാണുന്നത്. ശരീരശക്തിയെ ശാരീരിക ശക്തിയാക്കിയിട്ടും സ്ത്രീ സ്വഭാവത്തെ സ്ത്രൈണ സ്വഭാവമാക്കിയിട്ടും ഒക്കെ നമ്മൾ മാറ്റിയിട്ടുണ്ട്. അതൊക്കെ തെറ്റായ പ്രയോഗങ്ങളാണെന്നാണ് പറയപ്പെടുന്നത്. വ്യവസായ വിപ്ലവത്തെ നമ്മൾ വ്യാവസായിക വിപ്ലവമാക്കി. ഇപ്പോൾ വ്യാവസായിക വിപ്ലവം കടന്നിട്ട് വൈവസായിക വിപ്ലവമായി മാറിയിരിക്കുന്നു എന്നാണ് ലേഖകൻ പറയുന്നത്. പഴയ കാലത്ത് ദേശഭേദം കൊണ്ട് അർത്ഥത്തിൽ വരുന്ന മാറ്റത്തെക്കുറിച്ചായിരുന്നു വലിയ വേവലാതി. പക്ഷേ ഇപ്പോൾ ആ കുഴപ്പത്തിന് ഇന്ന് ശമനം വന്നിട്ടുണ്ട്. പത്രങ്ങളുടെ പ്രചാരവും വർദ്ധിച്ചു വരുന്ന ജനസമ്പർക്കവുമാണ് അതിന് കാരണമെന്നാണ് ലേഖകൻ പറയുന്നത്. എന്നാൽ ശൈലിയുടെ കാര്യത്തിൽ അബദ്ധപ്രയോഗങ്ങൾ ധാരാളമാണെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. പ്രയോജക ക്രിയയുടെ അനവസര പ്രയോഗമാണ് അതിലൊന്ന്. ഇപ്പോൾ വാങ്ങുക എന്നതിന് പകരം വാങ്ങിക്കുക എന്നാക്കി മാറ്റിയിട്ടുണ്ട്, തെറ്റാണ്. അപ്പോൾ യെസ് എന്ന ഇംഗ്ലീഷ് വാക്കിന് പകരമായിട്ട് അതെ അല്ലെങ്കിൽ ആണ് എന്നുള്ള പ്രതികരണങ്ങളാണ് കൊടുക്കേണ്ടത്. പക്ഷെ അതിന് പകരം നമ്മൾ ഉവ് എന്നൊരു പ്രയോഗിക്കുന്ന ശീലം പ്രാദേശിക തലത്തിപ്പോൾ എല്ലായിടത്തും ചേക്കാറാൻ തുടങ്ങിയിട്ടുണ്ടെന്നാണ് ലേഖകൻ പറയുന്നത്. പ്രാഥമിക വിദ്യാലയം തൊട്ട് തന്നെ നമ്മൾ തന്നെയുള്ള ഊർജിത ശ്രമത്തോടെ മാത്രമേ ഭാഷാ വൈകല്യങ്ങളെ പരിഹരിക്കാൻ കഴിയൂ എന്നാണ് ലേഖകൻ പറയുന്നത്. മാധ്യമങ്ങളുടെ
ഭാഷ വെടിപ്പാക്കാനും ക്രമപ്പെടുത്താനും പ്രസ് അക്കാദമി പോലെയുള്ള സ്ഥാപനങ്ങൾ മുന്നിട്ട് വരണമെന്നും അത്തരത്തിൽ അർപ്പണബോധത്തോടെ കൂട്ടായി പ്രവർത്തിക്കുകയും പ്രായോഗിക തലത്തിൽ നിരന്തരം പരിശീലനത്തിന് ഏർപ്പാടുണ്ടാക്കുകയും ചെയ്താൽ കുറച്ചു കാലം കൊണ്ടെങ്കിലും നമുക്ക് ഭാഷയെ ശുദ്ധീകരിക്കാമെന്നാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം. പുതുക്കലും വികസിപ്പിക്കലും അതോടൊപ്പം സ്വാഭാവികമായിട്ട് അങ്ങനെ നടന്നുകൊള്ളും എന്ന് ലേഖകൻ പറയുന്നുണ്ട്. നമ്മുടെ മാതൃഭാഷയിൽ സംഭവിച്ച ചില വൈകൃതങ്ങളെ പറ്റിയാണ് ലേഖകൻ ഈ ലേഖനത്തിലുടനീളം പറയുന്നത്. ജീവിതശൈലിയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ തന്നെയാണ് ഭാഷാശൈലിയെയും ബാധിക്കുന്നത് എന്നാണ് അദ്ദേഹം കണ്ടെത്തുന്നത്. അനുകരണ ഭ്രമം, അതുപോലെ പാരമ്പര്യ നിഷേധത്തിലും പരിഷ്കാരത്തിലുമുള്ള അമിതമായ ഭ്രമം തുടങ്ങിയവയാണ് നമ്മുടെ ഭാഷയെ നശിപ്പിച്ചതെന്ന് ലേഖകൻ ഉദാഹരണ സഹിതം വിശദീകരിക്കുന്നുണ്ട്. യന്ത്ര സംസ്കാരത്തിനനുസരിച്ച് ഭാഷയെ വെട്ടിക്കുറച്ച ലിപി പരിഷ്കരണ ശ്രമങ്ങളെയും ലേഖകൻ വിമർശിക്കുന്നുണ്ട്. അതുപോലെ സാങ്കേതിക പദങ്ങളുടെ തർജ്ജമയും അർത്ഥമറിയാതെയുള്ള ഭാഷാപ്രയോഗവും നമ്മുടെ മാതൃഭാഷയെ എങ്ങനെ വികൃതമാക്കിയെന്നും അദ്ദേഹം നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. പരിഷ്കരണ ഭ്രമം നമ്മുടെ ഭാഷയിൽ വരുത്തിയ അപകടങ്ങൾ ലേഖകൻ ഉദാഹരണത്തിലൂടെ കാണിക്കുന്നുണ്ട്. ഇത്തരം പരിമിതികൾ കാണിച്ചു തരിക മാത്രമല്ല അദ്ദേഹം ചെയ്യുന്നത്, അതിൽ നിന്നും കരകയറാനുള്ള പ്രായോഗികമായ മാർഗങ്ങൾ നിർദ്ദേശിക്കുക കൂടി അദ്ദേഹം ചെയ്യുന്നുണ്ട് എന്നതാണ് ഈ ലേഖനത്തിൻ്റെ പ്രസക്തി. ഇത്രയാണ് അതിൽ വരുന്നത്. ഇനി ഒരു യൂണിറ്റ് കൂടി ഇതിൽ വരുന്നുണ്ട്. നമുക്ക് അടുത്തൊരു വീഡിയോയിൽ അത് ചെയ്യാം. അതോടുകൂടി ഒരു ബ്ലോക്ക് തീരും. ഓക്കെ, താങ്ക്സ്.